ഹായ് കൂട്ടുകാരെ, ഞാനിന്ന് പറയാൻ പോകുന്ന വീഡിയോ ഒരു ഗൂഗിളിൽ കണ്ട ഒരു കുട്ടിയുടെ ഫോട്ടോയാണ് കേട്ടോ. നല്ലൊരു ഫോട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫോട്ടോ നല്ലതാണെന്ന് തോന്നി എടുത്തിട്ടാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ക്യാരി ബാഗിൻ്റെ കാര്യമാണ്. ക്യാരി ബാഗ്, സ്കൂൾ ബാഗ് പോലെ കുട്ടികൾക്ക് തൂക്കുന്ന ക്യാരി ബാഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ മോന് 2 ക്യാരി ബാഗ് ഉണ്ടായിരുന്നു. അതിലൊന്ന് അത്ര മോന് ഉപയോഗിക്കാൻ പറ്റിയില്ല, അത് ഞാൻ വേറെ ആർക്ക് കൊടുത്തു. പിന്നെ അതിലൊന്നും കാണാൻ നല്ലതായിരുന്നു, പക്ഷേ അതും മോൻ്റെ ന്യൂ ബോണിൻ്റെ സമയത്തൊക്കെ അത് മിസ്സിങ് ആയിരുന്നു. പിന്നെ അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ കൊച്ചിത്തിരി കൂടെ ആയപ്പോഴത്തേക്കും പിന്നെ എനിക്കത് ഉപയോഗിക്കേണ്ടി വന്നില്ല. അങ്ങനെ അതും ഞാൻ മാറ്റി. അതിനുശേഷം എനിക്ക് ഒറ്റയ്ക്കുള്ളൊരു കുഞ്ഞുമായിട്ടുള്ളൊരു അംഗമായതുകൊണ്ട് ഞാൻ വിചാരിച്ചു എനിക്ക് എന്തായാലും ദൂരെ യാത്രയൊക്കെ പോകുമ്പോൾ എനിക്ക് എന്തായാലും ഒരു ഹിപ്പ് ക്യാരി ബാഗ് വേണമെന്ന് തോന്നി. അതൊരു 1000 എബോവ് കൊടുത്തിട്ട് ഞാൻ വാങ്ങി. കൊച്ചിൻ്റെ സുരക്ഷിതത്വത്തിന് നമ്മൾ വളരെ വില കൂടിയാലും ശരി തന്നെ നമ്മൾ സേഫ് അല്ലേ നോക്കത്തുള്ളൂ. അങ്ങനെ വാങ്ങിച്ചു. അതൊരു നമ്മുടെ ചായ കളറായിരുന്നു, പക്ഷെ അതൊരു 2 വർഷം ഞങ്ങൾ ഉപയോഗിച്ചു. ഞാനും കൊച്ചതിനകത്തങ്ങ് ഇരുന്നോളും. മുതുക് മാത്രം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക, ബാക്കി സേഫായിട്ട് കൊച്ചതിനകത്തങ്ങ് ഇരുന്നോളും. അത് ഞാൻ എൻ്റെ പൈസ കൊടുത്ത് എൻ്റെ കാര്യത്തിന് ഞങ്ങളുടെ സുരക്ഷയ്ക്ക് വാങ്ങിച്ചതിന് അന്യ വ്യക്തികളൊക്കെ ഡാൻസും പാട്ടും ആട്ടവും ഒക്കെ ആയിരുന്നു കേട്ടോ. അത് അവരുടെ വിവരമില്ലായ്മയല്ലേ, നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, പ്രവർത്തിക്കൊത്ത പ്രതിഫലം കിട്ടട്ടെ. പിന്നീട് വിവരമില്ലായ്മ ഒരു കുറ്റമല്ല. അതിനുശേഷം പിന്നെ ഒരു വ്യക്തി തമാശ പറഞ്ഞു ഇത് തൊണ്ടാണെന്ന്. എന്നുവെച്ചാൽ ഹിപ്പ് ക്യാരി എന്ന് പറയുന്നത് കൊച്ചിൻ്റെ ഇടുപ്പ് വന്നിട്ട് അവിടെ ഇരിക്കാൻ സീറ്റാണത്. അപ്പോൾ അത് ഞാനൊരു തമാശയായിട്ടാണ് കണ്ട, കാരണം അവർക്കൊന്നും ഇത് അറിയത്തില്ലല്ലോ, കൊച്ചിനൊന്നും എടുക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ അതിന് ശേഷം അതൊരു 2 വർഷം ഉപയോഗിച്ചിട്ട് കൊച്ചിന് മടി വരുമോയെന്ന് വിചാരിച്ചിട്ട്, കാരണം ഒറ്റ ഇരിപ്പല്ലേ വിചാരിച്ചിട്ട് ഞാൻ കൊച്ചി ഇച്ചിരി വലുതാവുന്നെങ്കിൽ അതൊന്ന് മാറ്റേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതും ഞാനൊന്ന് മാറ്റി. 2 വർഷം ഉപയോഗിച്ച് യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ, ഒട്ടും ഭാരം തോന്നില്ല. പക്ഷേ ഇപ്പം ഞാൻ അതില്ലാതെ അവനെ കൊണ്ട് ദൂരെ യാത്രയൊക്കെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളും കൈക്ക് അസ്വസ്ഥതകളൊക്കെ വരാൻ തുടങ്ങിയപ്പം എനിക്ക് മനസ്സിലായി കൊച്ചിനെ എന്തായാലും ഒരു പരുവം വരെ കൊച്ചിനെ നമ്മൾ കയ്യിലെടുക്കണം, മനസ്സിലായോ? അതുകൊണ്ട് ഒറ്റയ്ക്കുള്ള അംഗവും കൂടെ ആയതുകൊണ്ട് ഇത് മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആകട്ടെ എന്നും പറഞ്ഞാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആകുന്നെങ്കിൽ ഹിപ്പ് ക്യാരിയെക്കുറിച്ച് അധികം ആർക്കും അറിയത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയാമായിരിക്കും, ചിലപ്പോൾ എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ വീണ്ടും ഒരു 3000 ഒരെണ്ണം വാങ്ങി. കാരണം എന്തായാലും കുട്ടി വലുതാകുമ്പം അതിനനുസരിച്ചുള്ള എമൗണ്ടും ഉണ്ട് അതിനകത്ത്. പിന്നെ വേണ്ട സുരക്ഷിതത്വം നോക്കണം, എല്ലാം കുഞ്ഞിന് വേണ്ടിയുള്ളതായതുകൊണ്ട് സുരക്ഷിതത്വം നോക്കി ലോങ് എടുക്കുമ്പോൾ വലിയ പാടാണ്. അതുകൊണ്ട് ഞാൻ എന്തായാലും കളർഫുൾ ഐറ്റം ഇപ്പോൾ അങ്ങ് എടുത്തു, ഒന്നും നോക്കിയില്ല. പക്ഷെ അത് നല്ല ഭാരമുണ്ട്. വീട്ടിലൊന്ന് ഇച്ചിരി യൂസ് ചെയ്തു, എങ്കിലും പുറത്തത് യൂസ് ചെയ്തില്ല. അപ്പോൾ പുറത്ത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് ഞാൻ പറയാം. പക്ഷെ നല്ല ഭാരമുണ്ടത്. അതിൻ്റെ ഭാരം വന്നിട്ട് എന്താണ് ഇതിൻ്റെ ഭാരമെന്ന് ഞാനത് നോക്കിയപ്പം അതിനകത്ത് നമ്മുടെ പേഴ്സും കാര്യങ്ങളും എല്ലാം ഫുൾ കാര്യങ്ങളും നമ്മളെ ബാഗ് കൊണ്ട് കിടക്കണ്ട, നമ്മൾ അതിനകത്ത് തന്നെ വെച്ചാൽ മതി. കൊച്ചിനെയും ഹിപ്പിൽ ഇങ്ങനെ എടുത്ത് വെച്ചാൽ മാത്രം മതി. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് ഞാൻ പറയാം കേട്ടോ. നല്ല ഐറ്റമാണ്. ഇനി അതിൻ്റെ ഡാൻസും നൃത്തസന്ധ്യയൊക്കെ എന്തുവാണ്, എത്ര കിട്ടിയാലും പഠിക്കത്തില്ല, എന്താ ചെയ്യുക? അത് ഈ ലോകത്ത് വിവരം കെട്ട മനുഷ്യർ ഇവരൊക്കെ തന്നെ ഉള്ളെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. താങ്ക് യു.